വിവി ഹിയർ അല്ലെ വിവി ഹിയറാണ് ക്ലാസ് കോമഡി പറഞ്ഞത്. കാരണം വിവി ഹിയറിനൊക്കെ അത് പറയാനുള്ള അർഹതയുണ്ടോ എന്നുള്ളതാണ്. അതേപോലെ വി ആർ ഇൻ ലവ് ആണ് പോയി ഇവരുടെ വീട് കണ്ടെത്തുന്നത്. എല്ലാം നല്ല കോമഡി ആയിട്ടുണ്ട്. ഇത് കണ്ടിട്ടില്ലേ? ഇല്ലടാ, ഞാൻ ഇങ്ങനത്തെ ചൊറി വാർത്തകളൊന്നും നോക്കാറില്ല. അതാണ് ഫുൾ ഇതാണ് ഇപ്പൊ വരുന്നത്. അപ്സര എന്ത് പണി ഒപ്പിച്ച് ചേച്ചി, അതും കൂടെ പറ. എന്തോ പണി ഒപ്പിച്ചോണ്ടിരുന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് വിവാഹം ചേച്ചിക്ക് പിന്നെ ജോത്സ്യ പണിയാണല്ലോ. ചേച്ചി എല്ലാം മുൻകൂട്ടി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചേച്ചി തന്നെ ചേച്ചിയുടെ ഭാവനയിലെല്ലാം എടുക്കുന്നതുകൊണ്ട്. ഷഫീന ബീവി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. കുറച്ച് ദിവസം മുമ്പ് ചേച്ചി എൻ്റെ ഒരു വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് എനിക്കത് ഇങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ മൊത്തം ഇരുന്ന് കാണുമൊക്കെ ഇടയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ, വിമർശിക്കണം. നല്ലൊരു ഇൻഫ്ലുവൻസർ ആകുമ്പോൾ ഉള്ള കാര്യം ഉള്ള പോലെ തുറന്ന് പറയണം. ഇവിടെ പക്ഷഭേദം പിടിക്കാൻ പാടില്ലല്ലോ. കൂടപ്പുറപ്പായാലും ശരി, ആരായാലും ശരി, ഏതവനായാലും ശരി, ഏത് കൂട്ടുകാരനായാലും ശരി, നമ്മൾ സംസാരിക്കേണ്ടത് സംസാരിക്കണമെന്നാണ് ചേച്ചിയും പറഞ്ഞു വരുന്നതും. ചേച്ചിയുടെ പണ്ട് ആ ഒരു ക്യാരക്ടറാണ് സത്യം പറഞ്ഞ ചേച്ചി. അപ്പം പിന്നെ എന്തുകൊണ്ട് എനിക്ക് ചേച്ചിയുടെ ഇപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് സൈഡാണെങ്കിലും സംസാരിച്ചു കൂടാ. ഓക്കെ, എന്തായാലും ചേച്ചി എൻ്റെ വീഡിയോ റിയാക്ട് ചെയ്തല്ലോ, അപ്പം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. പിന്നെ ചേച്ചിയുടെ ചില കാര്യങ്ങൾ ഷാജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചേച്ചി പറയുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ഗോപ്രോ മച്ചാൻ, വിവി ഹിയർ, അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ 2-3 വീഡിയോസിൻ്റെയൊക്കെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സംസാരിക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്ക്, ഷെയർ, സബ്ബോ ഒക്കെ ചെയ്യുക. എന്തായാലും ഒന്ന് ലൈക്ക് അടിച്ചേറ്റ് നമ്മുടെ വീഡിയോ കുറച്ച് ആൾക്കാരൊക്കെ കാണട്ടെ. അപ്പോൾ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്തേക്കാം. എന്തായാലും നമുക്ക് ചേച്ചിയുടെ വീഡിയോ നമുക്ക് തുടങ്ങാം. എന്റെ സുഹൃത്താണ്, അതേപോലെ തന്നെ എന്നെയും നന്നായിട്ടൊക്കെ വിമർശിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ ചേച്ചി വിമർശിച്ച ഒരു വീഡിയോ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ജിനൂസിൻ്റെ വീട്ടിൽ പോയൊരു സംഭവം ഉണ്ടായിരുന്നു. ജിനൂസിൻ്റെ വീഡിയോ എനിക്ക് അദ്ദേഹത്തിന് ആ സമയത്ത് അറിയത്തൊന്നുമില്ല. ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് സംസാരിച്ചിട്ടെങ്കിലേ ഉള്ളൂ. ചില ഡൗട്ടും കാര്യങ്ങളൊക്കെ ചാനൽ സംബന്ധമായിട്ടുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിനോട് ഒരാളുടെ നമ്പർ ചോദിച്ചാൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതല്ല ഇവിടുത്തെ മെയിൻ വിഷയം. ജിനൂസിൻ്റെ വീട്ടിൽ പോയി എല്ലാവർക്കും അറിയാം, എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റിയൊരു കാര്യമല്ലായിരുന്നു. ആ സമയത്ത് ജിനൂസിനെയും കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. തംബ്ലൈൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. തംബ്ലൈൻ എന്ന് വെച്ചാൽ ഈ മിസ്ലീഡിങ് തംബ്ലൈൻ്റെ ഒന്നും കാര്യമില്ല. ചില ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഇച്ചിരി ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവരന്ന് അവിടെ പോയി സംസാരിച്ചതും വീട്ടുകാരുടെ അടുത്ത് രീതിയും തെറി വിളിച്ചതും കൂടെ ഉള്ളവരും കൂടെ ഒരുത്തം വന്നിട്ട് അവനടി കുടിപ്പിച്ചതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ലായിരുന്നു. അന്ന് ഞാൻ ആ വീഡിയോ ലൈവ് ഇട്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിലോട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ചേച്ചി ബാക്കി പറ. ഇപ്പൊ ഏർപ്പെട്ട ഒരു പ്രോബ്ലം ആണെന്ന് എനിക്കറിയത്തില്ല. അവൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചുകൊണ്ട് ഒരു ചാനലുകാരെടുത്ത് വെച്ച് അവനെ ശരിക്കും അങ്ങോട്ട് പെരുമാറി വിട്ടിട്ടുണ്ട്. അതിൽ പക്ഷെ ഞാൻ ചാനലുകാരോട് ഒരു 90% യോജിക്കും. ഒരു 10% മാത്രമേ ഞാൻ ഡാനിക്കൊപ്പുള്ളൂ. അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ആ വിഷയത്തിൽ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം നമ്മുടെ തമ്പ്, അല്ലെ? നമ്മൾ ആ തമ്പ് കാണുമ്പോൾ നമുക്ക് അട്രാക്ഷൻ തോന്നി അതിനകത്ത് കയറണം. അതേസമയം നമ്മൾ പറയുന്നതിന്റെ വിപരീതമായിട്ട് തമ്പ് കൊടുക്കുക, അതെന്താണെന്ന് അന്തം വിട്ട ആളുകൾ അതിനകത്ത്. ചേച്ചി അതിന് മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, 8 മിനിറ്റിന്റെ വീഡിയോ. ആ വീഡിയോ കയറി കാണുമ്പോൾ അത് മനസ്സിലാവും. അന്ന് ജിൻഡോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന അപ്സര അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ജിൻഡോയുടെ ഫോട്ടോ ആദ്യം ഞാൻ തമ്പിലാണ് സെറ്റ് ചെയ്തത്. എൻ്റെ ആ വീഡിയോ ഫുള്ള് ചേച്ചി കാണാത്തതുകൊണ്ട് ചേച്ചി എപ്പോഴും പറഞ്ഞു ഞാൻ ആ വീഡിയോ കയറി കണ്ടതേ ഇല്ല. പിന്നെ അവിടുത്തെ ഇൻഫ്ലുവൻസറാണ് ചേച്ചി. ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പം ഓക്കെ ഡാനി ഞാൻ ആ ക്ലിപ്പ് എടുക്കുക എന്ന് പറയുമ്പോൾ എടുത്തോ. ഞാൻ വെച്ച് 10-26 മിനിറ്റ് വീഡിയോ ഇരുന്ന് കണ്ടിട്ടായിരിക്കും നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പീഡിലിട്ട് കണ്ടാൽ പോരെ. നിങ്ങളുടെ വീഡിയോ തന്നെ പറയുന്നുണ്ട് ഞാൻ അത് മൊത്തമായിട്ട് കണ്ടില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന്. പിന്നെ എന്തിനാണ് ഒരു കാര്യം വന്ന് ചർച്ച ചെയ്യുന്നത്? പിന്നെ എന്തോ ഒരു ഇൻഫ്ലുവൻസറാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നത്. ഒരു എത്തിക്സ് വേണം, അല്ലെങ്കിൽ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാനിപ്പം 2-3 ദിവസം കൊണ്ട് 1-2 വീഡിയോസൊക്കെ ചെയ്യുന്നുള്ളൂ. കാരണം ആ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ വർഷങ്ങളായിട്ടുള്ള വീഡിയോസ് നോക്കേണ്ടി വരും. 50, 40, 70 മിനിറ്റും 60 മിനിറ്റും ഒക്കെയാണ് ആ വീഡിയോസൊക്കെ പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഓക്കെ, എന്തായാലും ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, ബാക്കിയും കൂടെ വെക്കാം. ചെയ്തിരിക്കുന്നു. അപ്സര എന്ന് പറയുന്ന സ്ത്രീയുടെ വിവാഹ മോചനത്തിനെ പറ്റി ഒരു ധ്വനി, ഒരു കുത്ത് കൊടുത്തിട്ടുള്ള ഒരു ഇത് പോസ്റ്റ് ചെയ്തു. അതിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്, അവർ വീണ്ടും ഒന്നിക്കുന്നു എന്ന്. അപ്പം ആൽബിയും അപ്സരയും ഈ വിവാഹമോചിതരായി എന്നൊരു കിംവദന്തി പരക്കുന്നുണ്ടായിരുന്നു. ആരാണ് ആൽബി, ആരാണ് അപ്സര എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരാം. ബിഗ് ബോസ് ഈ പരക്കുന്നത് എപ്പോഴാണെന്നറിയാവോ? ഇവരുടെ ഒരു കല്യാണ സമയത്ത്. പരക്കുന്നതെന്നല്ല പറയാം. ആൽബി ചേട്ടൻ വന്നില്ലെന്ന് ചോദിച്ചു. ആ വീഡിയോ എടുത്ത് ഞാൻ ചെയ്തത്. ആൽബി ചേട്ടൻ വന്നപ്പോൾ വന്നിട്ടില്ല, ചേട്ടൻ വന്നിട്ടില്ല, സഹോദരിയുടെ കല്യാണത്തിലാണ് വന്നിട്ടില്ലെന്ന് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് ജിൻഡോൻ്റെ കല്യാണത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഒരു തമ്പലൈൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ജിൻഡോ അപ്സര, ആൽബി അപ്സര. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ആൾക്കാർ ഇവർ പിരിയാതിരിക്കുന്നു, എന്താണ് ഇവരുടെ പ്രശ്നം, ഞാൻ പറഞ്ഞു അവർ ഒന്നിച്ചു എന്നുള്ള രീതി ഒരു ഇത് കൊടുക്കുകയും ചെയ്തു. കൂടെ ജിൻഡോയുടെ വിഷയം ഉണ്ടായിരുന്നു അതിനകത്ത്. അതാണ് ജിൻഡോയുടെ കൂടെ ഫോട്ടോ വെച്ചത്. പക്ഷേ എഡിറ്റിംഗ് സമയത്ത് ആ ഒരു സെക്കൻഡ് അങ്ങോട്ട് വ്യത്യാസത്തിൽ അത് കട്ടായി പോയിട്ടുണ്ടായിരുന്നു.
ഓക്കെ, അതെന്തായാലും എൻ്റെ ഫുൾ വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അതെടുത്തിട്ട് ഈ ആങ്കർ എന്ന് പറഞ്ഞ ഫാത്തിമ എന്നവിടെ പേര്, അവളങ്ങ് വളച്ചങ്ങ് ഓടിച്ചല്ല. പിന്നെ അവിടെ വ്യൂവിന് വേണ്ടി അല്ലെങ്കിൽ അപ്സര മാനിപ്പുലേറ്റ് ചെയ്ത് അത് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളായിരുന്നു. അത് വളച്ചൊടിച്ച് തിരിച്ച് ഈ രീതി കൊണ്ടുവന്നു. എൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ എൻ്റെ ഒരു ചെറിയൊരു ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നിടത്ത് ഡാനി എൻ്റെ ഇത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് പിന്നെ ഇവിടുത്തെ യൂട്യൂബേഴ്സ് എടുത്ത് റിയാക്ട് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. എനിക്ക് വേണമെങ്കിൽ ഇത് റിയാക്ട് ചെയ്യായിരുന്നെങ്കിൽ ഒരു ഈച്ച പോലും അറിയാനും പോകത്തില്ലായിരുന്നു. വലിയ സംഭവമായിട്ട് കൂട്ടുവാൻ വേണ്ട. ഒരു പോസ്റ്റ് ഇടുന്നു, ഒരു വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോയുടെ തമ്പ് കൊടുത്തിരിക്കുന്നത് ഇവർ തമ്മിൽ ഒന്നിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ ആണ് വിന്നറെ ബിഗ് ബോസിൽ. ജിൻഡോയ്ക്കൊപ്പമുള്ള ഒരു ഫോട്ടോയും വയ്ക്കുന്നു. അതേപോലെ അപ്സര ആൽബിക്കൊപ്പമുള്ള ഒരു ഫോട്ടോ വയ്ക്കുന്നു. അപ്പൊ മൊത്തത്തിൽ പൊതുമാധ്യമത്തിൽ പരന്നു കിടക്കുന്ന ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രസ് ചെയ്ത് പോലും എന്താണെന്ന് പോലും കേൾക്കാൻ പറ്റില്ല. ബിക്കോസ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അപ്സര അതിനകത്ത് വേറൊന്നും കാണിച്ചിട്ടില്ല എങ്കിലും ആൽബിയുടെ ആറ്റിറ്റ്യൂഡും ആകെ മൊത്തത്തിൽ അവരുടെ ലൈഫ് ഹിസ്റ്ററിയെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും ഇവരുടെ ഒരു ഹോം ടൂറൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ ആൽബിയുടെ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 100% മുന്നോട്ട് പോകാൻ. ചേച്ചിക്ക് പിന്നെ ജോത്സ്യപ്പണിയാണല്ലോ, ചേച്ചി എല്ലാം മുൻകൂട്ടി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചേച്ചി തന്നെ ചേച്ചിയുടെ ഭാവനയിലെല്ലാം എടുക്കുന്നതുകൊണ്ട് സീനുമില്ല. കബഡി നിരത്തി അങ്ങ് മുന്നിൽ വെച്ചാൽ മതി. ആൾക്കാർ വരിക, ഇന്ന പോലെയാണ് കാര്യം എന്നും പറഞ്ഞ് പറഞ്ഞു വിടുക, ദക്ഷിണയും മേടിച്ച് വെക്കുക, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് ആൽബിയെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള സത്യം എന്തായാലും എനിക്കത് കേൾക്കാൻ താല്പര്യത്തിൽ ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഡാനി ഇട്ട വീഡിയോയും ഞാൻ കാണാൻ പോയില്ല. പക്ഷെ എനിക്കപ്പോഴേ മനസ്സിലായി ഇതെന്തോ സംതിങ് നടക്കുന്നുണ്ട്. റൂമർ അപ്സര എന്തോ പണിയൊപ്പിച്ചിട്ടുണ്ട്. അപ്സരയുടെ വിവാഹമോചനം ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്സര എന്ത് പണി ഒപ്പിച്ച് ചേച്ചി? അതും കൂടെ പറ. എന്തോ പണി ഒപ്പിച്ചോണ്ടെന്നൊക്കെ പറയുന്നത്, അതുകൊണ്ട് വിവാഹമോചനം എന്നൊക്കെ പറയുന്നത്. ചേച്ചിയുടെ ഭാവനയില ചേച്ചി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡാനിയുടെ വീഡിയോ കാണാനിടയായിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നു. പിന്നെ എന്തിനാണ് ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു വീഡിയോ ഞാൻ കാണാനിടയായിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന റാണി പി സദാശിവന്റെ സമയത്ത് ഈ പറയുന്ന ബി ഹിയറിനെയും ഗോപ്രോനെയൊക്കെ പറയുന്നുണ്ട്, വലിയ ഇത് പറയുന്നുണ്ട്, എന്ത് ഇൻഫ്ലുവൻസർ ആണെന്നൊക്കെ ഉള്ള രീതിയിലാണ്. പിന്നെ നിങ്ങളുടെ ചാനലിന്റെ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ മൊത്തം വരുന്നത് കാണാതെ പിന്നെ എന്തർത്ഥത്തിലാണ് വന്ന് ഈ സംസാരിക്കുന്നത്? ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ്. റീവിനെ കുറിച്ചാണ് ഡാനി പറയുന്നത്. അതിനകത്ത് ആ പെണ്ണ്, അത് എന്താ ഫാത്തുമ എന്നങ്ങാണ്ടാണ് അതിന്റെ പേര്. ഈ പെൺകുട്ടിയെ ഞാൻ മുൻപൊരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്, ഷാജി ഇന്റർവ്യൂ ചെയ്യുന്നത്. അതിന്റെ താഴെ വന്ന കമന്റ്സ് ഒക്കെ ചിരിക്കാവുന്ന കമന്റാണ്. കാരണം ഷാജിദ നന്നായിട്ട് എക്സ്പോസ് ആക്കി തന്നത് ഈ പെൺകുട്ടിയാണ്. അതിന് എനിക്ക് നന്ദിയുണ്ട്. കാരണം ഷാജിദ ഒരു കാര്യം ഇല്ലാതെ ഞാൻ പറയുന്നത് കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പേര് അനാവശ്യമായി പലയിടത്ത് പിടിച്ചിടുന്നത് കണ്ടുകൊണ്ട് ഞാൻ അവളുടെ വിഷയമേ എടുക്കാൻ പോയില്ല. കാരണം അങ്ങനെ ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്ത് 5 മക്കളെ കാണിച്ചുകൊണ്ട് നമ്മൾ ഒരുമാതിരി വഴിതിരിപ്പിക്കാനുള്ള ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് മാറിയിരിക്കുന്നു. എന്തോ എങ്ങനെ ഞാൻ അങ്ങ് മാറി നിന്നോ ചേച്ചി? റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു വിഷയം റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാതെ തന്നെ അതിനെക്കുറിച്ച് ചേച്ചിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. ഈ വിഷയം എടുത്ത് സംസാരിച്ച് യൂട്യൂബർ നല്ല രീതി ഈ പറയുന്ന കൂട്ട് ഷാജിദ വധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എല്ലാത്തിനും നിന്ന് കളിച്ചത് ചേച്ചിയെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഒന്നും അറിയാത്തവളെ പോലെ നൈസായിട്ട് ചേച്ചി സ്കിപ്പ് ചെയ്തതല്ലേ. ഞങ്ങളത്ര മണ്ടരൊന്നുമല്ല ചേച്ചി. പിന്നെ നിങ്ങളൊരു വിചാരമുണ്ട്, കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം അങ്ങ് വാത്തോറെ അവന്മാർ കൊണന്ന് പഠിച്ചുകൊണ്ടെങ്കിൽ ഇരിക്കും. അല്ലെങ്കിൽ ഷാജിദയെ കിട്ടിയ 10-15 കണ്ടന്റ് അവന്മാർ ചെയ്തുകൊണ്ടിരിക്കും. എനിക്കങ്ങ് നൈസായിട്ട് അങ്ങ് മുങ്ങാം. ഇനി ഷാജിദ നല്ലവളായ ഉണ്ണി, പൊന്നുണ്ണി, ചക്കരമുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ തോരം പറയാം, 5 മക്കളുടെ അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നൈസായിട്ട് അങ്ങ് സ്കിപ്പ് ചെയ്യാം. നിങ്ങളുടെ ആവശ്യം എന്തുമായിരുന്നു? നിങ്ങൾ തന്നെ അല്ലായിരുന്നു ഓരോ വീട്ടിൽ വിളിച്ചതും വോയിസ് എടുത്ത് പുറത്ത് വിടുകയൊക്കെ ചെയ്ത് വല്ലവനെ കൊണ്ട് പിടിപ്പിച്ചതും വല്ലവനെ കൊണ്ട് ചാനലിൽ കൂടെ കുത്തി ഇടിപ്പിച്ചതെല്ലാം നിങ്ങളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തിന് ഈ പറഞ്ഞ റഫൂഖിൻ്റെ നമ്പർ എൻ്റെ കിട്ടിയത് എങ്ങനെയാണ്? ഞാൻ പറയുവാണെങ്കിൽ ചേച്ചി കൂടുതലും പറഞ്ഞു പോകും. കാരണം നിങ്ങൾക്കൊരു സ്റ്റാൻഡ് ഇല്ലെന്ന് നിങ്ങളുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളിങ്ങനെ വിമർശിക്കാൻ പോകുന്നത്. ഓക്കെ, പേഴ്സണലി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കാര്യം സ്നേഹമൊക്കെയാണ്. എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ വിഷയത്തിൽ എനിക്ക് വേണ്ടി കുറേ ആൾക്കാരോട് സംസാരിച്ചിട്ടൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ എന്ന് വെച്ചാൽ എന്തും വിളിച്ച് പറയാമെന്നുള്ള ഒരു ഇതാവരുത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞു കേട്ടില്ല ചേച്ചി. ഞങ്ങൾക്കും അറിയാം നല്ല രീതി. ഞങ്ങൾ അത്ര മണ്ടന്മാരൊന്നുമില്ല. ഷഫീന ബീബി നൈസായിട്ട് സ്കിപ്പ് ആവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അന്ന് അത് ചെയ്യുകയൊക്കെ ചെയ്തത്. നമുക്ക് പിന്നെ അതൊരു മാറ്ററേ അല്ല. നമുക്കറിയാം ഇപ്പം എന്ത് വരാനും എങ്ങനെ നേരിടാനും നല്ല രീതി അറിയാം. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ചേച്ചി നൈസായിട്ട് അങ്ങ് പോകുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അത്ര നല്ലതൊന്നും അല്ല. അത് പറഞ്ഞില്ലെങ്കിലേ പിന്നെ ഞാൻ ഈ വെച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ ആണെന്ന് തോന്നും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറയുന്നത്. ഞാൻ തന്നെ അത് പറയുമ്പോഴേ ചേച്ചിക്ക് അത് കാര്യം മനസ്സിലാവും. ഷാജി ഇന്റർവ്യൂ ചെയ്യുന്നതിൽ ഫാത്തിമയോട് എനിക്ക് തീർത്തും ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് മോശപ്പെടുത്തിയാണ് അതിനകത്ത് ഷാജിദയെ അവള് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയ്ക്ക് മോശപ്പെടുത്തേണ്ട ഒരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, അവളിനി ഒരാളെ പ്രണയിച്ചു, വിവാഹം കഴിച്ചു എന്നുണ്ടെങ്കിൽ തന്നെ അവളെ കൊണ്ട് കുത്തി ചോദിച്ച് ഈ
2 times സംസാരിപ്പിച്ച് അവളെ ക്യാരക്ടർ തന്നെ ഇല്ലാതാക്കി കളഞ്ഞത് ഈ പെൺകൊച്ചാണ്. നമുക്കൊരു ധാർമ്മികത കുത്തി 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 ചോദിച്ചതേ ഉള്ളൂ. ഇതെല്ലാം കുത്തി കുത്തി കൊണ്ട് വന്നതാരാ? അതാ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. അവള് കുത്തി കുത്തി ചോദിച്ചു. ഫാത്തിമ എനിക്കും ഇഷ്ടമല്ല, കാരണം എൻ്റെ കാര്യത്തിൽ അവൾ ആവശ്യമില്ലാതെ കുത്തി അവളാ. ഇതെല്ലാം കുത്തി പൊക്കി വന്നതാരാ? അതാ ഇവിടെ ചോദിക്കുന്നേ. ഇവിടെ കൊണ്ടുവന്ന് ഷഫീന ബീവി എന്ന് തന്നെ ഞാൻ എടുത്ത് പറയുകയും ചെയ്യും. എന്നിട്ട് ഒന്നും അറിയാത്തവരെ പോലെ നിൽക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ ചേച്ചി, അത്ര നല്ല കാര്യമൊന്നുമല്ല. പിന്നെ ഒരു കാര്യം, ഞാനാണ് ബ്രാൻഡ് എന്ന് എടുത്തെടുത്ത് പറയുമല്ലോ. ചേച്ചി ഒന്ന് ആലോചിക്കണം. ബ്രാൻഡ് എന്ന് പറഞ്ഞ സാധനമാണ്, എപ്പോൾ വേണമെങ്കിലും ഇടിയാം. പുതിയൊരുത്തം വന്നാലും പുതിയൊരുത്തി വന്നാലും ഈ പറയുന്ന ബ്രാൻഡൊക്കെ അങ്ങ് മാറാനേ ഉള്ളൂ. ആരെയും താഴ്ത്തി കെട്ടരുത്. പിന്നെ ചിലവരെ കണ്ടിട്ട് പഴങ്കഞ്ഞി. എനിക്ക് കൂടുതലും തെണ്ണം വന്നെന്ന് പറഞ്ഞാൽ ചാനൽ, ഈ അപ്സര എൻ്റെ ചാനൽ, ഈ ഇതുപോലുള്ള ചാനലുകളൊന്നും ഞാൻ കാണാറില്ല എന്നുള്ള രീതി അപ്സര പറഞ്ഞപ്പോഴും ചാനലിലൊന്നും ആക്കി പറയുന്നില്ല. എനിക്കതാ ശരിക്കും കൊണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. എന്തായാലും ചേച്ചി ഇതൊക്കെ കുത്തിക്കൊണ്ട് വരുമ്പോൾ ചേച്ചി ആലോചിക്കണം. ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ മൊണ്ണയാണെന്നുള്ളൊരു തോന്നലുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പറയുന്ന എല്ലാം കേൾക്കാൻ അയ്യോ ചേച്ചി 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 പറ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരു ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ തെറ്റിപ്പോയി ചേച്ചി, ആൾ വേറെയാണ്. എപ്പോഴും ഒരുപോലെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് താഴ്മയോടെ നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതുകൊണ്ടാണ് ഇതെല്ലാം കുത്തിക്കൊണ്ട് വന്നതും പൊക്കി വിട്ടതും ഏറി കയറ്റി വിട്ടത് നിങ്ങളാണ്. അവൾ ആ വീർത്ത ബലൂണിനെടുത്ത് കുത്തിയെന്നേ ഉള്ളൂ. എല്ലാത്തിനും ഒരു എത്തിക്സ് ഉണ്ട്. ഇപ്പൊ പൊളിറ്റിക്സ് ആണെങ്കിലും ഈ ഡോക്ടേഴ്സ് ആണെന്ന് പറഞ്ഞാലും ഇതുപോലെ ആങ്കറിങ് ആയിരുന്നാലും ജേർണലിസം ആയിരുന്നാലും എല്ലാത്തിലും ഒരു എത്തിക്സ് ഉണ്ട്. നമുക്ക് വ്യൂ കിട്ടണം, നമുക്ക് നേടണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വ്യക്തിയെ, അതും ഒരു രീതിയിലുള്ള തെളിവുമില്ലാതെ അപഹാസ്യയാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതാണ് ആ പോയിന്റ് ഞാൻ എടുക്കുക. പ്രത്യേക വീഡിയോ ചെയ്യുന്നത് സ്പെഷ്യലി പറയുന്നു. ഡാനിയോട് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഡാനി ഇതിനകത്ത് ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തംബ്നെയിലിട്ട് മോശമായ ഒരു ഇൻഫർമേഷൻ പൊതുസമൂഹത്തിന് കൊടുത്തു. അതിന്റെ ഉള്ളിൽ ആരും കയറി നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഡാനി കംപ്ലൈന്റ് ചെയ്യുന്നത്. ഡാനി മനസ്സിലാക്കാൻ, ഡാനിക്ക് ഇപ്പൊ ഷക്കീല എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഷക്കീലയുടെ ഫോട്ടോ ഇട്ട് എല്ലാവരും കയറി അത് കാണണം നിർബന്ധം പിടിക്കരുത്. എവരിവൺ അത് ചെയ്യത്തില്ല. മാത്രമല്ല എനിക്ക് തോന്നുന്നു ആ പറയുന്ന അപ്സര ഡാനിയെ വെറുതെ വിട്ടതുകൊണ്ട് ഡാനി രക്ഷപ്പെട്ടു. അതേസമയം ഡാനിക്കെതിരെ അപ്സരയ്ക്ക് കേസ് കൊടുക്കാം. ഇപ്പോൾ ഈ രീതിയിൽ ഒരു തോന്നിവാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാനനഷ്ട കേസാണ്. ഡാനിക്ക് നല്ല പണി കിട്ടുന്ന കേസാണ്. അത് ചെയ്യാൻ പാടില്ലെന്നാണ് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ തോന്നിവാസം ഡാനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് പറഞ്ഞല്ലോ. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ല. നിങ്ങൾ കാണാതെ വന്നിട്ട് മുക്കും മൂലയും കണ്ടിട്ട് ഇരുന്ന് റിയാക്ഷൻ ചെയ്യരുത്. നമുക്കൊരു എത്തിക്സ് ഒക്കെ വേണ്ടേ? ചേച്ചിക്ക് അതില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഡാനി ഒരു നെഗറ്റീവും അപ്സരയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന ഫാത്തിമ അത് ശരിക്കും മാനിപ്പുലേറ്റ് ചെയ്തതാണ്. ഇത് പൊട്ടനും മനസ്സിലാക്കാന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഈ കിടന്നിട്ട് എന്ത് കഥ അറിയാതെ ആട്ടം കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്സര എൻ്റെ ഈ കേസ് കൊണ്ട് കൊടുത്താൽ എന്താവും? അതൊന്ന് ആലോചിച്ച്. അപ്സരയെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് എൻ്റെ വായിന്ന് വീണോ? പിന്നെ ആ തമ്പ്ലൈൻ വെച്ചിട്ടാണെങ്കിൽ പോലും അപ്പോൾ എൻ്റെ കിടപ്പുണ്ട്. ഇവർ എൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നതിൻ്റെ എല്ലാം അവർ ആ വീഡിയോ പ്രൈവറ്റ് ആക്കിയല്ലോ. ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളെല്ലാം എടുത്ത് ഞാനിവിടെ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. കൊടുക്കുവാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് കൊണ്ട് കൊടുക്കാം. കാരണം എൻ്റെ പേര് പറയാതെ സത്യം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ എൻ്റെ ഈ ഫോട്ടോ കാണിക്കുന്നതൊക്കെ ഉണ്ട്. ആ വീഡിയോക്കകത്ത് ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ അയൽക്കാരെ എനിക്ക് തയ്ച്ചു തന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പിന്നെ ഒരു ബോധമില്ലാതിരുന്ന് സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. കാരണം അറിഞ്ഞുകൊണ്ട് സംസാരിക്കണം ചില കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു യൂട്യൂബർ എന്ന നിലയിൽ ഒരു എത്തിക്സ് കീപ്പ് ചെയ്യണം. ഇതിന് എന്ത് എത്തിക്സ് ആണ് ഉള്ളത്? മുമ്പേ പറഞ്ഞല്ലോ, നമ്മൾ ഒരു യൂട്യൂബർ എന്ന നിലയിലാ. എന്ത് എത്തിക്സാ ചേച്ചിക്കുള്ളത്? ഒന്നുമില്ല. ചുമ്മാ വായത്താളം അടിക്കുക വെറുതെ. എന്തിനാ? ഇത് കണ്ടിട്ടില്ലേ? ഇല്ലടാ, ഞാൻ ഇങ്ങനത്തെ ചൊറി വാർത്തകളൊന്നും നോക്കാറില്ല. അതാണ് ഫുൾ. ഇതാണ് ഇപ്പൊ വരുന്നത്. ഏതാ ഇവന്റെ പേജ്? ഏതാ? ഇതാണ് ഇപ്പം ജിൻഡോയും ചേച്ചിയും തമ്മിലുള്ള ന്യൂസ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് പുള്ളി ഞാൻ കാണുന്നില്ല. എന്ത് സ്റ്റേറ്റ്മെന്റ് പുള്ളി പറഞ്ഞത്? നിങ്ങൾ തമ്മിൽ ചെറിയൊരു ഈ ഒരു ഡിവോഴ്സ് ആണല്ലോ പറയുന്നത്. വേറെ പിരിയാൻ പോവാന്ന്. അത് ജിൻഡോയ്ക്ക് വേണ്ടിയാന്നൊക്കെയാണ്. നല്ല കിടുക്കൻ മറുപടിയാണ് ആ അപ്സര കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ. അതിനകത്ത് അത്രേ പറയാനുള്ളൂ. അതിൽ കൂടുതലൊന്നും പറയാനില്ല. എന്താ എനിക്ക് ഇങ്ങനത്തെ ഒരു ചവറ് ചാനലൊന്നും കാണേണ്ട കാര്യം, എനിക്ക് ഇതൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യമില്ലെന്ന് കൃത്യമായിട്ട് അവൾ പറയുന്നുണ്ട്. അവിടെ തീർന്നു. ഷാജിയോട് കളിച്ച കളിയൊന്നും പാത്തൂന് ഇവളെടുത്ത് കളിക്കാൻ പറ്റിയില്ല എന്നുള്ളത് അവരുടെ മറുപടി കൊടുക്കാനുള്ള ആർജവത്തിൽ മനസ്സിലായിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യത്തിന് ഷാജിക്ക് നടന്ന ഒരു സംഗതിക്ക് അപ്സര മറുപടി കൊടുത്തു പാത്തൂന് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതില് ഒരു ഫേക്കായിട്ടുള്ള ഒരു സംഗതി പബ്ലിഷ് ചെയ്തു എന്നത് കാണിക്കാനാണ് ഡാനി പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ ഡാനി അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഡാനിക്ക് ഇനി ഒരു കേസ് വന്നാൽ ഡാനിക്ക് അത് ഫേസ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഓക്കെ. എനിക്ക് നേരിടാൻ പറ്റുകയൊക്കെ ചെയ്യും. പിന്നെ അതുപോലെ
പെടുത്തിയ കൂട്ട് അപ്സരെ പറ്റിയില്ല, അപ്സര നല്ല കിടു മറുപടിയൊക്കെ കൊടുത്ത് ഓക്കെ കറക്റ്റ് കാര്യങ്ങൾ. ഇവിടെ ഷാജിയുടെ പേര് പറയാൻ ഇപ്പം ചേച്ചിക്ക് യോഗ്യതയില്ല. കാരണം അതിനെല്ലാം ഏറി കയറ്റി വിട്ടതും ഒരു ബലൂൺ പരുവാക്കി വിട്ടതെല്ലാം ചേച്ചി തന്നെ. എന്നിട്ട് ഈ പറയുന്ന ഫാത്തിമ ഇട്ട് കുത്തിയെങ്കിലും അതിനെല്ലാത്തിനും കാരണക്കാരി നിങ്ങൾ തന്നെ. നിങ്ങളാണ് എല്ലാത്തിനും വളം വെച്ച് കൊടുത്തത്. ഞാൻ ഉള്ള പോലെ തുറന്ന് പറയും ചേച്ചി. എന്നിട്ട് ഇപ്പം വന്നിട്ട് നന്മമരം കളിക്കുമ്പോഴേ ഒന്ന് ആലോചിച്ച് നോക്കണം. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. പണിയാൻ അറിയുന്നവരുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണിയുകയും ചെയ്യും. അതുപോലെ നിങ്ങളിപ്പോൾ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തേ. ഓക്കെ, ഇതിൻ്റെ പേര് ചിലപ്പോൾ നിങ്ങളെ കമൻറ്റ് വിളിക്കാം, ലൈവ് എന്നത്തെ വിളിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് വീഡിയോ ഇടിപ്പിക്കാം. അതൊന്നും എൻ്റെ ഒരു വിഷയമായിട്ടുള്ള കാര്യങ്ങൾ. എനിക്കിത് പറഞ്ഞില്ലെങ്കിൽ ചേച്ചി ഞാനൊരാണല്ല എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വന്നിട്ട് പറയുന്നത്. ഒരു വ്യക്തിയുടെ ഏറ്റവും പേഴ്സണലായ കാര്യത്തിനെ എടുത്തു വെച്ച് പറയുക മാത്രമല്ല, അവരെ ഇൻസൾട്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം ഇൻസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആഹാരം കഴിച്ചാൽ ഇറങ്ങുമോ കുഞ്ഞേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ചേച്ചിക്ക് ഇറങ്ങുന്നുണ്ടോ? ഞാൻ അങ്ങോട്ടൊന്ന് ചോദിച്ചോട്ടെ, ചേച്ചിക്ക് എങ്ങനെയുണ്ട്? ഇറങ്ങുന്നുണ്ടോ? വെള്ളമൊക്കെ കുടിക്കാറുണ്ടോ? ഇറങ്ങുന്ന സമയത്ത് അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ചേച്ചിക്ക് ഇറങ്ങുന്നുണ്ടോ? ഇവിടെ ആരാണ് ഇവിടെ സ്ഥിരം പറയുന്നേ? ഞാനത് അങ്ങോട്ട് ചോദിച്ചോട്ടെ. അത് ആരാണ് ഇവിടെ സ്ഥിരം പറയുന്നത്? ഷഫീന ബീബി. ഞാൻ എടുത്ത് പറയും, പേര് തന്നെ പറയും. അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ തെറി വെച്ചുള്ള സംസാരം അതെനിക്ക് മോശമായിട്ട് എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്കൊരു ബഹുമാനം തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇറങ്ങുന്നുണ്ടോ? ഞാനത് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇറങ്ങുന്നുണ്ടോ? ഞാനിപ്പോൾ ഒരുപാട് വട്ടം റിപ്പീറ്റ് അടിച്ച് ചോദിക്കുകയാണ്. കാരണം ഇത് പറയാൻ പോലുള്ള ഒരു യോഗ്യതയില്ല. അങ്ങനെയുള്ള ക്രിമിനലുകളെ നമ്മൾ വളർത്തുമ്പോൾ ഒരു ക്രിമിനൽ എന്ന് തന്നെ പറയും. കാരണം ഷാജിയെ തുറന്നു കാണിച്ചു എന്നതിനപ്പുറം ആ പെൺകുട്ടിയുടെ ലൈഫ് തന്നെ സ്പോയിലാകുന്ന രീതിയിലേക്കാണ് ഇവർ അതിനെ കൊണ്ട് എത്തിച്ചത്. പിന്നീട് ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ കംഫർട്ടായ എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവം കുട്ടി അതിങ്ങനെ പറഞ്ഞ് പൊലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എവിടെയൊക്കെയോ കിടന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് പൊലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടപ്പോഴത്തേക്ക് എനിക്ക് പാവം തോന്നിയിട്ട് ഞാൻ പിൻവാങ്ങിയാണുണ്ടായത്. എനിക്ക് സത്യത്തിൽ അതിൻ്റെ ആ യഥാർത്ഥ മുഖം പുറത്തേക്ക് കൊണ്ടൊന്ന് കാണിക്കണം എന്നൊക്കെ ഭയങ്കര 5 കുഞ്ഞുങ്ങൾ അവരെ ജീവിപ്പിക്കുക എന്നൊരു ഇന്റൻഷനിൽ എന്തൊക്കെ കാണിക്കുന്നു എന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ അതാണ് അങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തത്. വാസ്തവം എന്തായിരുന്നാലും ആ കുട്ടിയുടെ ലൈഫ് അങ്ങോട്ട് സ്പോയിൽ ചെയ്ത് കൊടുത്തത് ഈ പെൺകുട്ടിയുടെ ആങ്കറിങ്ങിന്റെ ഒരു ഇതാണ്. അപ്പൊ അതൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാമായിരുന്നു. കുറെ നമുക്ക് കാണിച്ചു കൊടുക്കാം, പക്ഷെ അതങ്ങോട്ട് അനാവശ്യമായിട്ടുള്ള ഒരു ഇതും ഒക്കെ. അപ്പം ബൂസ്റ്റപ്പ് ആയിട്ട് ഇനി അടുത്ത ആളുകളിലേക്ക് അവൾ ഇറങ്ങിയിരിക്കുകയാണ്. അതാണ് സോഷ്യൽ ഈവിളിനെ വളർത്തിക്കൊണ്ട് വരികയാണ് ഈ ചാനൽ എന്നുള്ളത്. ഇതുപോലെ വേറെ കുഞ്ചി അമ്മയ്ക്ക് 5 മക്കളാണ്, 5 കുഞ്ചുവാണ്. ഇതാരാ പറയുന്നേ? എൻ്റെ പോലെ ഞാൻ മുമ്പേ ഘോരം പ്രസംഗിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഈ ഷറഫ് അലിയെ കൊണ്ടുവന്നതും ആങ്ങാത്തോലിയെ കൊണ്ടുവന്നതും ഇതിനൊക്കെ എതിരായിട്ടുള്ള അവർ വീഡിയോ വന്നതും ഇതിൻ്റെ എല്ലാം പിന്നെ ഈ ചേച്ചി തന്നെയാണ്. പിന്നെ അവസരം കിട്ടിയപ്പോൾ ഇപ്പോൾ ഫാത്തിമയെ പിടിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ അത് ഫാത്തിമയുടെ നെഞ്ചത്തൊട്ടാക്ക് കുത്തിയിരുന്ന് ഷാജി ആ ഒരു കാര്യങ്ങളെല്ലാ ക്രെഡിറ്റും ചേച്ചി ഞങ്ങൾക്ക് ആർക്കും വേണ്ട. അത് ചേച്ചിയുടെ തന്നെ ഇരുന്നോട്ടെ, മൊത്തം ചേച്ചിയുടെ തലയിരുന്നോട്ടെ. പക്ഷെ വന്ന് പറയുമ്പം ഓരോ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ പറയണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റാണി പി സദാശിവൻ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ചേച്ചി വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പോയിന്റ്സൊക്കെ 100% ഇവർ പറയുന്ന കറക്റ്റ് കാര്യങ്ങളാണ്. പിന്നെ ചില കാര്യങ്ങൾ ഇപ്പോൾ കുട്ടിയുടെ കാര്യങ്ങളും നന്മ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചേച്ചി അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഫിജോ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയത്തിൽ ആ കൊച്ചിനെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ ചേച്ചി? എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ കേട്ടതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഇപ്പൊ കണ്ട കുറെ അധികം വീഡിയോസ്, അതായത് ഇന്ന് രാവിലെ തൊട്ട് തന്നെ ഭയങ്കര ബഹളം നടക്കുകയാണ് റാണി പി സദാശിവത്തിനെതിരെ. ഞാൻ ആ സ്ത്രീയുടെ ഒരു കമന്റ് എന്റെ ടൈം ലൈനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കറക്റ്റ് അവരെ ഇങ്ങോട്ട് എടുത്തു, ഹൈഡ് ഫ്രം ചാനൽ എന്ന ഓപ്ഷൻ ഇന്ത്യക്ക് കൊടുത്തു, എടുത്ത് ദൂരെ കളഞ്ഞു. അപ്പൊ എനിക്കിതിപ്പോ റെഗുലർ ആയിട്ട് സംഭവിക്കുന്നത് എൻ്റെ ദൈവമേ, ഇപ്പം അടുത്ത ലേറ്റസ്റ്റ് വീഡിയോയിൽ അവർ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടല്ലോ. നിങ്ങളെടുത്ത് ദൂരെ കളഞ്ഞെങ്കിൽ പിന്നെ എങ്ങനെ അവർ വന്ന് കമൻറ്റ് ഇടുന്നത്? ഞാൻ വേണമെങ്കിൽ ആ കമൻറ്റ് ഒന്ന് സൈഡിൽ വെച്ചേരാൻ, ജസ്റ്റ് ഒന്ന് ചുമ്മാ തള്ളല്ലേ. ദൂരെ കളഞ്ഞെന്ന് പറഞ്ഞാലോ ഞാൻ എങ്ങനെ വിശ്വസിക്കും ചേച്ചി? പിന്നെ ഇപ്പോഴത്തെ ഇതിലെങ്ങനെ കമൻറ്റ് ഒന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തെങ്കിലും മാന്ത്രികം വല്ലതുമായിരിക്കും. എന്തായാലും ബാക്കി കൂടെ എനിക്ക് ഒത്തിരി ശത്രുക്കളുള്ളതാണ്. ഞാൻ ഭയങ്കര യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് ഒരുപാട് ബാഡ് കമൻറ്റ്സ് വരാറുണ്ട്. പറ്റുന്നതൊക്കെ ഞാൻ മറുപടി കൊടുക്കും, അല്ലാതിനെയൊക്കെ എടുത്ത് കിക്ക് ഔട്ട് ചെയ്യും. അതിനപ്പുറം വേറൊന്നുമല്ല. അപ്പൊ ഇതിനെടുത്ത് റിയാക്ട് ചെയ്ത കുറെ പേരെ ഞാൻ കണ്ടു. കാപ്പറ വിവി ഹിയർ ആയിരുന്നു ക്ലാസ് കോമഡി പറഞ്ഞത്. കാരണം വിവി ഹിയറിനൊക്കെ അത് പറയാനുള്ള അർഹതയുണ്ടോ എന്നുള്ളതാണ്. അതേപോലെ വി ആർ ഇൻ ലവ് ആണ് പോയി ഇവരുടെ വീട് കണ്ടെത്തുന്നത്. എല്ലാം നല്ല കോമഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് പറയണം എന്നുള്ളത് എൻ്റെ ഒരു ഇതാണ്. അത് പറയണം. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഞാനും ഇതുപോലെ ഒരു 1 ഇയറോളം ഒരു വൃത്തികെട്ടവന്റെ വായിരിക്കുന്നത് ഡെയിലി കേൾക്കുന്നുണ്ടായിരുന്നു. ഇവര് മാത്രമല്ല, 10-15ഓളം യൂട്യൂബേഴ്സ് ഇരുന്നങ്ങ് തട്ട് തന്നെ. അവർക്കെന്താ പറഞ്ഞുകൂടെ ചേച്ചി? അവർക്കെന്താ പറഞ്ഞുകൂടെ? ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ആ ഒരു വീഡിയോയിൽ ആ കൊച്ചിൻ്റെ കാര്യം പറയുന്നത് ഞാൻ 100% യോജിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു 17 വയസ്സ് ചെയ്യാത്ത കൊച്ചിനെ കുറിച്ച് പറഞ്ഞത് എനിക്ക് നല്ല രീതിയിൽ ഓർമ്മയുണ്ടായിരുന്നു. അതും പ്രായപൂർത്തിയാവാത്ത ഒരു കൊച്ചിനെ കുറിച്ച്. അപ്പം അതും ഇതും കൂടെ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന എന്ത് യോഗ്യതയുണ്ട്?
ആരുടെ യോഗ്യതയും കാര്യങ്ങളൊന്നും അളക്കാനല്ല ചേച്ചി ഇവിടെ യൂട്യൂബ് ചാനലിലൊന്നും വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയേണ്ട കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, നല്ല രീതി പറയുകയും ചെയ്യും. അത് അവരാണെങ്കിലും ശരി, അവരുടെ വീഡിയോ അവരുടെ രീതി അവരുടെ ഇഷ്ടം, അവരെങ്ങനെ ചെയ്യുന്നുള്ള രീതിയിലാണ്. ഇത് പറയാനുള്ള എന്തെങ്കിലും ഒരു യോഗ്യതയുള്ള ഒരാളാണെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് സംസാരിക്കണമായിരുന്നു. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന ഫിജോൻ്റെ കുട്ടീനെ കുറിച്ചാണ്. ആ കുട്ടിക്ക് 17 വയസ്സേ ഉള്ളായിരുന്നു. ആ കുട്ടീനെ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് ഇപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് വോയിസും കാര്യങ്ങളുമൊക്കെ. അപ്പം ഇത് പറയാൻ ഒരു യോഗ്യതയും ചേച്ചിക്കും ഇല്ല. ഈ കമൻ്റ് ഇട്ട സ്ത്രീയെ പോയി പൊക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വിമർശിച്ച് തന്നെയാണ് ഗോപ്രോ മച്ചാനാണെങ്കിലും BB ഹെയർ ആണെങ്കിലും ഈ സംസാരിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ ഷാജിയെ എയറിലോട്ട് ശരിക്കും കയറ്റി വിട്ടതും അവരുടെ വീട്ടിൽ വിളിച്ചതും കസിൻ്റെ വീട്ടിൽ വിളിച്ചതും സംസാരിച്ചതും ഇതെല്ലാം പുറത്തിടിപ്പിച്ചതൊക്കെ ആരാണ്? ആദ്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ചേച്ചി. സ്വയം ഒന്ന് ഇരുന്ന് ആലോചിച്ച് ചിന്തിക്കണം. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പെർഫെക്റ്റ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് പറ്റണം, നമുക്കിത് പറയാൻ എന്തെങ്കിലും യോഗ്യത ഉണ്ടോ എന്നും കൂടെ ഒന്ന് ചേച്ചി ഒന്ന് ആലോചിക്കണം. എന്നിട്ട് മറ്റുള്ളവർ വന്നിട്ട് കുറ്റം പറഞ്ഞണം. സത്യത്തിൽ അങ്ങനെ ചേച്ചി തോന്നിയ ചേച്ചിയുടെ വീട്ടിലാണ്. പിന്നെ എൻ്റെ കഴിഞ്ഞ വീട്ടിൽ പിന്നെ അതുൽ ബ്ലോഗ്സിൻ്റെ തമ്പലൈനെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ. ഇപ്പം ചേച്ചി എന്താ വിചാരിക്കുന്നത്, നമ്മളൊക്കെ കുറേ ഗ്രൂപ്പ്സ് വന്നിട്ടുണ്ട്, ഇവന്മാരെ അങ്ങ് അടിച്ചൊതുക്കാം എന്നുള്ള രീതിയിൽ തന്നെ. നിങ്ങളുടെ ലൈവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അടുത്ത സീക്രട്ട് ഏജൻറ്റ്, അടുത്ത മാഫിയ ഡോൺ ആര്, നമ്മുടെ അതുൽ ബ്ലോഗ്സ് എന്നൊക്കെ കിടന്ന് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചി തന്നെ ഓരോരുത്തരെ ബൂസ്റ്റ് ചെയ്യും. എന്നിട്ട് ചേച്ചി തന്നെ ഏതൊക്കെ രീതിയിലാണ് എത്രയൊക്കെ ലെവലിൽ നിൽക്കുന്നുണ്ടോ അടീനെ തുരത്തി വെട്ടിമാറ്റി കയറാൻ തന്നെ ചേച്ചി നോക്കിക്കൊണ്ടിരിക്കുക. ഇത് പൊട്ടനും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, വെട്ടിക്കോ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വെട്ടുന്നതായിരിക്കും നല്ലത്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നവന് തിരിച്ചിട്ട് കുത്താൻ അറിയാമെങ്കിലേ തീരും അവിടെ അങ്ങ് ആ സ്പോട്ടിൽ. പോലെ ഒരു അവിടെ ഒരു കമന്റ് ഞാൻ കാണാനിട, ഞാൻ ആ കമന്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്, നിങ്ങളത് കണ്ടു നോക്കുക. അപ്പൊ കമന്റിൽ പുള്ളിക്കാരത്തി ചോദിച്ച ചോദ്യം ആപ്റ്റാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം ആ കമന്റ് ഞാൻ ഇവിടെ ചേർത്ത് വയ്ക്കുന്നു. നിങ്ങൾ വായിച്ചാൽ മതി, ഞാൻ പറയുന്നില്ല. എന്തായാലും ഒരു എത്തിക്സും ഇല്ലാത്തവർ ഇരുന്നു കൊണ്ട് വായ്ത്താളം അടിക്കുന്നതിന് ഈ ഒരു വിഷയത്തിൽ ഞാൻ കണ്ടത്. നമ്മുടെ വിഷയം റൈറ്റ്സ് ഇല്ലേ, അപ്പം ഈ ഡുവൽ പേഴ്സണാലിറ്റി ഉള്ള പല എത്തിക്സ് ഇല്ലാത്ത യൂട്യൂബേഴ്സിനും ഇത് മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ മക്കളെ ഇതുപോലെ പറഞ്ഞാലോ, ഇപ്പൊ നിങ്ങൾ പറയുന്നത് എല്ലാവരും എല്ലാം ഉൾക്കൊള്ളണമെന്നില്ല. അതാണ് ഞാൻ വിവിയുടെ പേര് എടുത്തു പറഞ്ഞത്, ഗോപ്രോയുടെ പേരും എടുത്തു പറഞ്ഞത്. ഗോപ്രോ ആ ഒരു വീഡിയോ റാണിയുടെ സംബന്ധമായിട്ടുള്ള ആ ഒരു വീഡിയോ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷേ ചില മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പം സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കണം, ഞാനിതിന് ശരിയാണോ എന്ന്. ഓക്കെ, ഇവിടെ എത്തിക്സ് ഇല്ലാത്ത ഒരേ ഒരു വ്യക്തി നിങ്ങളാണെന്ന് നിങ്ങൾ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് വെക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വെക്കാൻ പറ്റും, പക്ഷെ ഞാനൊന്നും വെക്കൊന്നുമില്ല. പക്ഷേ ഇത് പറയണം ചേച്ചി, ഇത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ ആദ്യം നല്ല ഫോമിൽ സംസാരിച്ച് വന്നിട്ടാണെങ്കിലും ഇപ്പം ഞാൻ ഇച്ചിരി എന്താ പറയണ്ടേ, കാരണം പറഞ്ഞ് വരുമ്പോഴാണ് നിങ്ങൾക്കൊരു വിലയില്ല. അതെനിക്കിപ്പോൾ ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, എന്തായാലും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബും ഒക്കെ ഒന്ന് ചെയ്തു തരും. ഓക്കെ, ബൈ, ലവ് യു ഓൾ. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, കാരണം ഇനി ഉണ്ട് എൻ്റെ പറഞ്ഞാൽ ഈ വീഡിയോ അങ്ങ് കൂടി അങ്ങ് 10, 30, 50 മിനിറ്റ് പോകും. എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഇതൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പിച്ചിട്ട് താമസമൊക്കെ എടുക്കും. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. നമുക്കിതുപോലെ ഇങ്ങനെ ഇരുന്ന് എപ്പോഴും പഴയ കൂട്ടിയിരുന്ന് 4-5 വീഡിയോ ഒന്നും ചെയ്യാനുള്ള ഇതൊന്നുമല്ല. വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയൊക്കെ വേണം. അല്ലാതെ ചേച്ചിയെ പോലെ ഇരുന്നത് എത്തിക്സും അതും ഇതും ഒന്ന് നോക്കി, അല്ലാതെ മറ്റുള്ളവരെ വിളിച്ചിട്ട് അവരുടെ മൊത്തം എല്ലാം കയറ്റി എല്ലാം പബ്ലിക് ആക്കിയിട്ട് അവസാനം വന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ. ഓക്കെ, നമ്മൾ കൂടുതൽ ഇനി ഇതിലോട്ട് പോയി നമ്മുടെ സ്റ്റാൻഡേർഡ് കളയുന്നില്ല. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ കൂടി പോകും. ബൈ, ലവ് യു.